ഭാഷ വരുന്ന പോലെ ചിലയിടത്തെല്ലാം എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അത് നല്ലതാണ്. എന്തായാലും ഇനിയും നോവലുകൾ വരട്ടെ. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് സിനിമയാക്കാൻ നല്ല ദൃശ്യവൽക്കരിച്ചാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് മരണവംശം എന്ന പേര് നമുക്ക് വായിക്കാൻ തോന്നി. അപ്പോൾ എന്തായാലും വളരെ നല്ല പരിപാടിയായിരുന്നു. പറയാൻ കഴിയും സന്തോഷം. വളരെ സജീവമായ ചർച്ചയായിരുന്നു. വളരെ സന്തോഷം തോന്നി. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇടമാണിത്. ഇവിടെ ഇനിയും ചർച്ചകൾ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇടങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടായി. ഞാൻ നേരത്തെ ഒരു മാഷ് പറഞ്ഞ പോലെ ചങ്ങമ്പുഴയുടെ കവിത എഴുതി ആ കവിത തന്നെ സ്വയം വിശകലനം ചെയ്യാനുള്ള ചങ്ങമ്പുഴക്ക് പറ്റാത്തതുപോലെ ഞാൻ മരണവംശം ഇന്നേ വരെ ആ പുസ്തകമായിട്ട് ഇറങ്ങിയ ശേഷം ഇന്നേ വരെ ഞാൻ മറച്ചു നോക്കിയില്ല. ഞാൻ ഒരിക്കലും എൻ്റെ പുസ്തകം കഥ സമാരം ഇറങ്ങിയാൽ ഓർമ്മക്കുറിപ്പ് ഇറങ്ങിയാൽ അത് ഇറങ്ങി അത് അപ്പം വിട്ടു. പിന്നെ എനിക്ക് നാണക്കേടാവും അത് വായിക്കുമ്പോൾ. ഞാൻ അയ്യേ ക്രിഞ്ച് എന്നൊക്കെ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ വിശകലനം ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് നിങ്ങൾ പറഞ്ഞതിനോട് എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. രാജാവ് എന്ന പേര് നായക്കെട്ടെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെപ്പോഴും നായ്ക്കളുണ്ടായിരുന്നു. നാടൻ നായിയാണ്. നാടൻ നായ്ക്കാണ് ഏറ്റവും ബുദ്ധി. ഈ അൽസേഷ്യൻ എന്നുള്ള പറയുന്ന നായകനെക്കാട്ടി നാടൻ നായിക്കാണ് ഭയങ്കര ബുദ്ധി സ്നേഹവും. അപ്പോൾ എൻ്റെ വീട്ടിലെ നായകൾക്കൊന്നും പേരിടായില്ല. പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ കയ്യിൽ വരും. ഞങ്ങളുടെ വീട്ടിലൊക്കെ കുറേ ഭയങ്കര വ്യത്യസ്തരായിട്ടുള്ള നായ്ക്കളുണ്ടായിരുന്നു. ഒരു യോഗയുടെ പോസിലൊക്കെ ഈ ശീർഷാസനത്തിലൊക്കെ കിടക്കുന്ന അങ്ങനെ മലന്ന് കിടക്കുന്ന ഒരു നായിൻ്റെ വീട്ടിൽ എപ്പോഴും ഉറക്കാണ്. മരിച്ചുപോയി. അങ്ങനെ വേറൊരു നായി എന്ന് വെച്ചാൽ ഒരു നായി നമ്മളെ വീട്ടിലൊരു നായി ഉണ്ടായിരുന്നു. അപ്പോൾ ആ നായിനെ അമ്മ ഈ പശുവിൻ്റെ കയറുകൊണ്ടാണ് കെട്ടിയത്. അങ്ങനെ വിചിത്രമായ കഥാപാത്രങ്ങളുള്ളൊരു നാടാണ്. അപ്പോൾ ഈ നായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെണ്ണായി വന്നു. അപ്പോൾ ഇവർ ഭയങ്കര പ്രേമത്തിലായി. അപ്പോൾ അമ്മ എപ്പോഴും ഈ രണ്ടിനും ചോറ് കൊടുക്കും, പിന്നെ രാത്രി രാവിലെ എല്ലാം കൊടുക്കും. അപ്പോൾ ഇവർ നമ്മുടെ പ്രേമം നമ്മളെ കാണുമ്പോൾ പെണ്ണായി ഭയങ്കര നാണത്തോടു കൂടി തലതാഴ്ത്തിട്ട് നടക്കും. അങ്ങനെ ഒരു ദിവസം ഒരു അക്കരമേ നിന്ന് പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു കറുത്ത വലിയൊരു നായി വന്നു. ഉക്കൻ, നമ്മളെ ബാബുവഞ്ചനെ പോലെയാണ് ഭയങ്കര ഉക്കനായി നായി വന്നു. അപ്പോൾ അന്ന് കന്നിമാസത്തിൻ്റെ കാലമാണ്. അപ്പോൾ കാലിച്ചാമുതിയിൽ നായകളുടെ സംഗമം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ബാബുവഞ്ചനെ പോലത്തെ നായയുടെ ഈ ശൗര്യത്തിൽ നമ്മളെ പെണ്ണായ ആകൃഷ്ടി, പെണ്ണായ ഇയാളെ ഉപേക്ഷിച്ചിട്ട് ഈ നമ്മൾ വീട്ടിൽ നായനെ ഉപേക്ഷിച്ച് ഈ നായനെ പറയും. ഇതിന് ഭയങ്കര കരച്ചിലായി. ഫുള്ള് രാത്രി മൂങ്ങലോട് മോങ്ങല്. ആ കയറ് കെട്ടത്തുണ്ടെങ്കിൽ ഞാനിപ്പോൾ മരിക്കുന്നെല്ലാം പറഞ്ഞ് മോങ്ങലോട്. അവസാനം അമ്മ പൊറുതി കെട്ടിട്ട് ഇതിനെ കെട്ടയച്ച് വിട്ടു. അപ്പോൾ ഈ നായ നേരെ കാൽച്ചാവൂര് പോയി. അപ്പോൾ കാൽച്ചാവൂര് പോയിട്ട് നമ്മൾ എന്താ കേട്ടോ, ഈ വില്ലനും അവൻ്റെ കാവയും കൂടിയിട്ട് സ്നേഹത്തിലാണ്. അപ്പോൾ നേരെ പോയി ഇവർ തന്നെ അടിയായിട്ട് തിരിച്ച് വന്നപ്പോൾ അടിയായിട്ട് ഈ വലിയ നായല്ലേ, വലിയ നായനെ ചങ്ക് കഴിച്ച് പറിച്ചു പോയി. അപ്പോൾ ഭയങ്കര ബ്ലഡായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയി. അതുമായിട്ടാണ് വൈകുന്നേരം വരുന്നത്. അപ്പോൾ ഞാനും ഏട്ടനും കൂടി താഴെ താമസിക്കാത്തൊരു ചെറിയ വീടുണ്ട്. അപ്പോൾ അതിന് ഇതിനാക്കി വെണ്ണീറും പിന്നെ മൃഗാശുപത്രിയിൽ നിന്ന് മരുന്നെല്ലാം മേടിച്ച് അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് കഴുത്തെപ്പോഴും അതിൻ്റെ ശരിയായി. ഈ കഥയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കന്നിമാസം കഴിഞ്ഞ് ഇത് സ്വസ്ഥമായിട്ട് വീട്ടിൽ ഒതുങ്ങി ഇപ്പോൾ വലിയ പരിഭവമൊന്നുമില്ലാതെ കഴിയുമ്പോൾ ഈ പെണ്ണായ വീട്ടിൽ തിരിച്ചു. സത്യം സംഭവിച്ചു വെച്ചാൽ ഈ പെണ്ണായിന ആ നായി നമ്മളെ വീട്ടിൽ നിന്നായി തിരിഞ്ഞു നോക്കിയില്ല. അമ്മ ഈ നായ്ക്ക് രണ്ടിനും ചോറിട്ട് കൊടുക്കും. ഇത് ചോറ് വയ്ക്കാതെ പ്രത്യേകം പോകത്തിരിക്കും. അവസാനം 2-3 ദിവസം മാക്സിമം ഈ പെണ്ണായി ഇവരെ വീണ്ടും എൻ്റെ കമുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. ഇവൻ മൈൻഡാക്കിയിട്ടില്ല. അപ്പോൾ മാംസ നിബദ്ധമല്ലരാണെന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് അപ്പോഴാണ്. അവസാനം എന്ത് പറ്റിയെച്ചാൽ ഈ പെണ്ണായി സങ്കടത്തോട് നടന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായിട്ടുള്ള നായ്ക്കളുള്ള. അപ്പോൾ അവർക്കൊന്നും ഞങ്ങൾ പേരിടാറില്ല, ഇങ്ങനെ പേരിട്ട് വിളിക്കില്ല. പക്ഷേ നോവലിൽ ഇവ നായ്ക്കളൊക്കെ കടന്നു വരുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ രാജാവിനൊക്കെ പേരിടുന്നത് മരണത്തെ കാണുന്ന ഒരു നായികയാണ്. മൃഗങ്ങൾക്കാണ് മരണത്തെ പെട്ടെന്ന് കാണാൻ കഴിയുകയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു മരണം കടന്നു വരുന്ന വീട്ടിൽ നായ നിർത്താതെ പഠിച്ചു കൊണ്ടിരിക്കും. അവർക്ക് വേറെ ഇൻസൈറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് രാജാവ് എന്ന് പറഞ്ഞ പേരിട്ടത്. അതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ ഈ ഓപ്പൺ സെക്സ് എന്ന് പറയുന്നത് ഇത് ഞാൻ പമ്മൻ്റെ നോവലൊക്കെ ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇതിലെത്ര സെക്സ് ഉണ്ട് എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം അത് ഞാൻ കുറച്ചുകൂടെ പോയറ്റിക് സെൻസോപ്പിൽ നമ്മൾ അതിൽ സ്നേഹത്തിൽ ഏർപ്പെടുന്നതിന് വളരെ പോയറ്റിക്കായിട്ടാണ് ഞാൻ ആഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നത് അപ് ടു യു. കാരണം നിങ്ങളാണ് പുസ്തകം വായിക്കുക. പിന്നെ ഈ ഭ്രാന്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഒരു കഥ ഉണ്ടായിരുന്നു. ഞങ്ങൾ നിൽക്കാവോട് ഗ്രാമീണ വായനശാലയിലാണ്. അപ്പോൾ ഈ ഭ്രാന്ത് ഞങ്ങൾ വായനശാലയിൽ വന്നു. വായനശാലയിൽ വന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ ആദ്യത്തെ ആഴ്ച ഒരുത്തം വായിച്ച എല്ലാം ഈ അതിലുള്ള സെക്സ് എല്ലാം അണ്ടർലൈൻ ഇട്ടുള്ളൂ.
എല്ലാം അണ്ടർലൈൻ. അപ്പോൾ വായിക്കാൻ എളുപ്പം, അത് മാത്രം വായിച്ചാൽ മതി. അപ്പം അങ്ങനെ 2-3 ദിവസമായി. പിന്നെ എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം ഇതെടുത്തിട്ട് സ്കൂളിൽ കൊണ്ടുപോകും. എന്നിട്ട് ഈ അണ്ടർലൈനിട്ട സാധനമെല്ലാം കീറിയിട്ട് ഈ പേപ്പർ മാത്രമായി. അവസാനം ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ വായനശാലയിലെത്തിയ ഭ്രാന്തിന് 10-15 പേജ് ചെയ്ത്. എന്നിട്ട് അന്ന് അടിയന്തര ജനറൽ ബോഡി യോഗം കൂടി. അടിയന്തര ജനറൽ ബോഡി യോഗം കൂടിയിട്ട് പറഞ്ഞു, ഇത് വായനയോട് ചെയ്യുന്ന അക്ഷന്ത്യമായ, വായനയോടും വായനക്കാരോടും ചെയ്യുന്ന അക്ഷന്ത്യമായ അപരാധമാണ് ഏത് പമ്മന്റെ ഭ്രാന്ത്. വേറെ ഒരു പുസ്തകത്തെ കുറിച്ച് ചർച്ച ചെയ്തില്ല. 4 കെട്ടുണ്ട്, മറ്റേ ഗസാക്കിന്റെ ഇതിഹാസമുണ്ട്, അങ്ങനത്തെ കുറേ പുസ്തകമുണ്ട്. അതൊന്നും അവർക്ക് പ്രശ്നമില്ല. ഭ്രാന്തിന്റെ പേജ് കയറിയത് വായനയെ, എൻ്റെ വായന പ്രേമികളെ നിരാശയിലാഴ്ത്തുന്നതാണ് ജനാധിപത്യ മൊത്തം ചർച്ച. ഒരു 3 ഭ്രാന്തിന്റെ കോപ്പി പിറ്റേ ദിവസം കാഞ്ഞങ്ങാട് വാങ്ങിയിട്ട് കൊണ്ടുവന്നു. ആ 3 ഭ്രാന്തിന്റെ കോപ്പിക്ക് അതേ വിദ്യ ഒരാഴ്ചക്കുള്ളിൽ അതിന്റെ കണ്ണാസനം പിടിച്ചോടി മൂലക്കായി. അപ്പൊ ആ പമ്മന്റെ നോവലായിട്ട് ദയവായി തന്നെ കമ്പയർ ചെയ്തത് എന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ ദൃശ്യഭാഷ, പിന്നെ ഈ അന്നത്തെ കാലം എന്ന് പറയുന്നത്, നമ്മളതിൻ്റെ അമ്മമ്മയുടെ എല്ലാം ഒരു കാലം എന്ന് പറയുന്നത്, എൻ്റെ നാട്ടിൽ ഫുള്ള് റാക്ക് മാറ്റുന്ന സ്ഥലമായിരുന്നു. റാക്ക് എന്ന് പറഞ്ഞാൽ ചാരായം. ഞങ്ങളുടെ നാട്ടിൽ കാസർഗോഡിൽ ഏറ്റവും നല്ല ചാരായം ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു മടിക്ക്. ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഈ തിരുവനന്തപുരത്ത് നിന്നൊക്കെ മാഷ് പണിക്കെല്ലാം വരുന്നവരെല്ലാം ചാരായം ഉണ്ടോ വെച്ച് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത്, നിങ്ങൾ ഈ ഭാഷ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്, അങ്ങനെ വിചാരിക്കുന്നു. കാരണം അത് കുടിച്ചാൽ ഈ പറങ്കി വാങ്ങ അതെ പറങ്കി വാങ്ങിയിട്ടിട്ടാണ് വാറ്റല്. ഈ ടെക്കീലെല്ലാം നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവും, നിങ്ങൾ മദ്യപിക്കൽ അങ്ങനെ. ടെക്കീലിനെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള സ്കോച്ച് പോലത്തെ സാധനമാണ് ഈ ഫ്ലാക്ക്. അത് കുടിച്ചാൽ കുടലിലൂടെ ഇങ്ങനെ പോകുന്നറിയും. അത് ഇപ്പോൾ ഈ വയറുവേദനക്കെല്ലാം എൻ്റെ അമ്മയെല്ലാം ഒരു മൂട് ചാരവേദന തരും. അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ എന്താ പറയുക, 7ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ വയറുവേദനക്ക് എല്ലാ ഇച്ചക്കാരും ഇതിന് അമ്മച്ചി എപ്പോഴും കൂടുതൽ ഒരു സ്പൂൺ റാക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലായിടത്തും ചാരായം മാറ്റുന്ന ഒരു സ്ഥലമായിരുന്നു കുറെ കാലം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഓപ്പൺനെസ്സും അതിൻ്റെതായിട്ടുള്ള ഒരു അരാജകത്വവും അതിൻ്റെതായിട്ടുള്ള ബന്ധങ്ങളുടെ ഒരു ഭയങ്കര രസവും അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഈ സ്ത്രീ പുരുഷ ബന്ധം, ഈ ഭയങ്കരമായിട്ടുള്ള ഈ സെമിറ്റിക് പദങ്ങളിൽ ഉണ്ടായിട്ടുള്ള പാപബോധത്തിനപ്പുറത്ത് ഈ ബന്ധങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു തുറസ് ശീലിച്ചിരുന്ന ഒരു മനുഷ്യരായിരുന്നു മുൻകാലത്ത്. ഇവിടെ അങ്ങനെ ആയിരിക്കാം വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ആ സമയത്ത് ആളുകൾക്ക് ജീവിതമാണ് പ്രശ്നം. അതായത് ജീവിതത്തിന് രണ്ടറ്റം കൂട്ടുമുട്ടിക്കാനുള്ള തത്രപ്പാട് മാത്രമായിരുന്നു അവർ. ആ സമയത്ത് റിലേഷൻഷിപ്പോ മറ്റൊന്നും ആലോചിക്കില്ല. ഇപ്പോൾ എല്ലാവർക്കും പല്ലിൻ്റെ ഇടയിൽ ഇറച്ചി കുത്തുമ്പോൾ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അതാണല്ലോ. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലൊരു സ്പേസ് ഓഫ് ലൈഫ് ഞാൻ ഈ നോവലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ദൃശ്യഭാഷയെക്കുറിച്ച് പറഞ്ഞു. എനിക്കെല്ലാം ദൃശ്യമായിട്ട് കാണാനാണ് ഇഷ്ടം. എൻ്റെ കഥകളിൽ ആദ്യകാലം തൊട്ടേ എൻ്റെ കഥകളിൽ വിഷ്വലായിട്ട് എനിക്ക് കാണണം. അതിൻ്റെ ഉദാഹരണം വെച്ചാൽ എനിക്ക് സിനിമയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പണ്ട് നമുക്ക് സിനിമ കാണാനുള്ള അവസരമൊന്നും ഉണ്ടായില്ല. ഞാൻ വൈകിപ്പിക്കില്ല, നിർത്താം. അപ്പോൾ സിനിമ കാണാൻ അവസരം ഗൾഫിൽ നിന്ന് പോയവരാണ് നിങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് ടെലിവിഷൻ കൊണ്ടാണ്. അപ്പോൾ ടെലിവിഷൻ VCP ഉണ്ടാവും. VCP അറിയാലോ, വീഡിയോ കാസറ്റ് പ്ലെയർ. അപ്പോൾ ഇതും അവർ കൊണ്ടുവരുമ്പോൾ നമ്മൾ കുട്ടികളെല്ലാം ഇവരെ വീട്ടിൽ പോകും. അപ്പോൾ നമ്മൾ അകത്തൊന്നും കയറ്റില്ല. പുറത്തിരുന്നിട്ട് ഇവർ VCPയിൽ മൂർഖനോ രാജാവിൻ്റെ മകനോ അല്ലെങ്കിൽ മറ്റേ ഞാൻ എന്തെങ്കിലും പടം വെക്കും. പടം വെച്ച് നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ കണ്ണിൻ്റെ കണ്ണ് 4 കണ്ണ് പോലെ തുറച്ചിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും സിനിമ. അപ്പോഴൊരു സംഭവം നടക്കുന്നറിയാം. ഈ അമ്മായിയമ്മയും ഈ ഗൾഫിൽ നിന്ന് വന്നവൻ്റെ കെട്ടിയവരും തമ്മിൽ കലമ്പോടണം, അല്ലെങ്കിൽ ഈ അമ്മായിയമ്മയും മോനും തമ്മിൽ അടിയുണ്ടാവും. അടി നല്ലോണം കൂടുമ്പോൾ ഈ മറ്റേ കലമ്പിയാൽ കുഞ്ഞിനോട് തീർക്കുന്ന അച്ഛനമ്മമാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അച്ഛനോടുള്ള ദേഷ്യം മക്കളോട് തീർക്കുന്നത്. ഇയാൾ വേറെ ചെയ്യുന്ന ഇയാൾ ഈ കലമ്പുന്ന ദേഷ്യം തീർക്കുന്ന നമ്മളോട് ഇയാൾ അപ്പാട് TV ഒപ്പാക്കും. പോയി നാടെന്ന് പറഞ്ഞ് കുറേ തെറിയും പറയും. എന്നിട്ട് ആ TVക്ക് മറ്റേ മുണ്ട് കൊത്തിയിടും. അപ്പം നമ്മൾ സങ്കടത്തോടുകൂടി ഈ രാജാവിൻ്റെ മകനെന്ന പകുതിക്കായിരിക്കുന്നവർ, പിന്നെ അല്ലെങ്കിൽ മൂർക്കയിലെ ഷീലേന മറ്റേ ബാലങ്കനായ ബലാത്സംഗം ചെയ്തിട്ടുണ്ടായി. അപ്പം ഇതെല്ലാം നമ്മൾ ഈ ബാക്കി കഥ എന്താണെന്ന് ആലോചിക്കുന്നത്, ബാക്കി എന്തായിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ സുഹൃത്തുക്കളോട് ബാക്കി കഥ എന്തായിരിക്കുന്നത് ഒരു ഇമാജിൻ ചെയ്യും. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്രിയേറ്റീവ് പ്രോസസ്സ്. അങ്ങനെയാണ് ഞാൻ കഥയെഴുത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യഭാഷ അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഈ കഥ എനിക്ക് ദൃശ്യമായിട്ട് എന്ത് എഴുതുമ്പോഴും ദൃശ്യമായിട്ട് ഞാൻ കണ്ടിട്ട് എഴുതും. ഇപ്പോൾ ഒരാൾ ചാരായം കുടിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ചാവാരിപ്പട്ടി ചുരുണ്ടുകൂടി കിടന്ന് മനോരാജ്യത്തിലിരിക്കുന്നത് എൻ്റെ വിഷ്വലുണ്ട്. വിഷ്വലായിട്ട് എഴുതുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് മറക്കില്ല, അത്ര എളുപ്പം മറന്നുമില്ല. ഇപ്പം എനിക്ക് ചിരുകണ്ഠൻ്റെ പോര് അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജന്മത്തിൽ മറക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിഷ്വലിലൂടെ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതാണ് ദൃശ്യഭാഷ വരുന്നത്. പിന്നെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാന്ന് വെച്ചാൽ ഈ അവീതത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവീതം എന്ന് പറയുന്ന വാക്ക് അശ്ലീലമാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങളുടെ ഒരു പ്രശ്നം വെച്ചാൽ വീട്ടുകാർ ഒരിക്കലും അറിയില്ല.
നാട്ടുകാർ കംപ്ലീറ്റ് അറിഞ്ഞിട്ടുണ്ടാവും. അതായത് അതിന് ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷനും സ്ത്രീയും അറിയില്ല, അവരെ വീട്ടുകാരും അറിയില്ല, പക്ഷെ ബാക്കി നാട്ടുകാരെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചന്ദ്രൻ്റെ അനിയത്തി പെങ്ങൾ എന്ന് പറയുന്നത് ചന്ദ്രൻ അത്രമേൽ സ്നേഹിക്കുന്ന പെണ്ണാണ്, പെങ്ങൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതികരണമാണ് ചന്ദ്രൻ്റെ ഭാഗത്ത് ഉണ്ടായത്. അതാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന വന്ന സംഭാഷണത്തിൻ്റെ പിന്നിൽ ഉണ്ടായത്. പിന്നെ ഭാഷ, മുളിപ്പിൽ നമ്മൾ ഇപ്പോഴും ഉണ്ട് ഭയങ്കരമായിട്ട്. നിങ്ങൾക്ക് വന്നാൽ കാണാം. അപ്പോൾ പൊയിനാച്ചിയിലൊക്കെ താമസിച്ച മാഷുകാരെ, കൊളത്തൂരാണ് അതിൻ്റെ ഒരു പരിപാടി. കൊളത്തൂരൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അപ്പോൾ അതാണ് മുളിപ്പില്ലുകൾ കടന്നു വരുന്നത്. പിന്നെ ഭാഷ എന്ന് പറയുന്നത്, ഞാൻ ഈ ഭാഷ എനിക്കെപ്പോഴും 23-ാം വയസ്സിലാണ് എൻ്റെ ആദ്യത്തെ കഥാസമാനം ജനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് മൊത്തം ഈ കാസർഗോഡ് വാക്കുകളും പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള തെക്ക് നിന്നുള്ള ആൾക്കാരുടെ ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഈ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുന്നത് ഞാൻ വന്ന് എഴുതുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കഥ പറയണമെങ്കിൽ, എൻ്റെ കാസർഗോഡിൻ്റെ ലൈഫ് പറയണമെങ്കിൽ, എനിക്ക് കാസർഗോഡ് വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു കുറ്റബോധം വരും. ഇപ്പം മറല്, നേരത്തെ പറഞ്ഞ വാക്ക് മറല്, അത് അത്രമേൽ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു, അല്ലെങ്കിൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു, മറലിനോട് കെട്ടിപ്പിടിച്ചു എന്ന് പറയുമ്പോൾ എനിക്കല്ലെങ്കിൽ ഒരു കുറ്റം തോന്നുന്നു, ഞാൻ തെറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീരാമൻ പിള്ളയുടെ ഭാഷയിൽ നിന്ന് വായിച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് വായിച്ച് നോവലിൽ വായിക്കുന്നില്ലേ, ആ ഭാഷയൊക്കെ പലതും എനിക്കൊന്നും പിടിയിട്ടില്ല. പലപ്പോഴും 4-5 പ്രാവശ്യം വായിച്ചിട്ടാണ് ഞാൻ ശ്രീരാമൻ പിള്ളയുടെ 2 നോവലും വായിച്ചു തീർത്തത്. അപ്പോൾ അതേപോലെ അതിനൊക്കെ കുറച്ച് കഷ്ടപ്പെടട്ടെ എന്നുള്ള അതെനിക്കത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാനെന്തോ തെറ്റ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ നമ്മളെ അമ്മ, പിന്നെ എൻ്റെ അമ്മയെല്ലാം മറലോടെ കുഞ്ഞിൻ്റെ കോവിഡ് നുള്ളി എന്ന് പറയും. അപ്പോൾ കോവിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോവിഡല്ല കവിള്, ഈ കവിളിൽ ഞങ്ങൾ കോവിഡ് എന്ന് പറയും. അപ്പോൾ കോവിഡ് നമുക്ക് എഴുതാൻ പറ്റും. അതോട് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അത് കുറേ കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഭാഷ ഇല്ലായിക്കൊണ്ടിരിക്കുകയാണ്, ഇത്തരത്തിലുള്ള വാക്കുകൾ, പ്രയോഗങ്ങൾ. അപ്പോൾ അത് കുറേ കാലം കഴിയുമ്പോൾ ഒരു ടെക്സ്റ്റ് പോലെ ഭരണവംശത്തിലെ വാക്കുകൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതെനിക്ക് സങ്കടമുണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ പോകുമ്പോൾ, അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പോകുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയുന്ന കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ 73 വയസ്സായി. അപ്പോൾ അമ്മയൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ ഭയങ്കര രസമാണ്, ഭയങ്കര പോയിറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അതൊക്കെ എൻ്റെ ബോധ മനസ്സിലുണ്ട്. അതൊക്കെയാണ് ഞാൻ മനസ്സിൽ എഴുതി വെച്ചത്. എൻ്റെ ഭാഷയുടെ ഈ നാടൻ പേഴ്സണൽ റൈറ്റിങ്ങിൻ്റെ പ്രാദേശികതയുടെ ലോക്കൽ റൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം, ലോക്കൽ റൈറ്റിംഗ് ഇറ്റ്സെൽഫ് ഈസ് ഇന്റർനാഷണൽ എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഒരു ഉദാഹരണം ഈ നോവലിൽ നിന്ന് ഞാൻ പറയാം. കുറച്ച് അഡൽസ് ഓൺലിയാണ്, കുഴപ്പമില്ലല്ലോ, നിങ്ങൾ മുതിർന്നവരായതുകൊണ്ട്. അഡൽസ് ഓൺലി അല്ല, തെറിയേണ്ടതല്ലോ. ഈ കുമാരനാശൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരിയാണ്, കരുതവധിക ചെയ്യ വയ്യ, ചെയ്യാൻ വരുതി ലഭിച്ചിട നിന്നിട വിചാരം, പരമഹിതവും അറിഞ്ഞുകൂടാ, ആയുസ്സും അസ്ഥിരം, അതിനിന്ത്യമേ നടത്തും. നിങ്ങൾക്കെല്ലാം അറിയാതെ, അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഫിലോസഫിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതാ ചെയ്യാൻ കിട്ടിയാൽ തന്നെ അത് ചെയ്യാനും കഴിയില്ല. അരമഹിതവും ആയുസ്സും അസ്ഥിരം, നമ്മൾ ഉണ്ടാവുമെന്നുള്ളൊരു ഉറപ്പില്ല. അതിനിന്ത്യമേ നടത്തും അല്ലേ. ഭയങ്കര ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര നിന്ദ്യമാണ്. കാരണം അസുഖം, സാമ്പത്തിക പ്രയാസം, അപമാനം, കാലാവസ്ഥ പ്രതിസന്ധി ഒക്കെ ആയിട്ടൊരു ദുരന്ത ജീവിതമാണ് എല്ലാവരും ജീവിക്കുന്നത്. നമ്മളതിന് പല രീതിയിൽ അതിന് കവറപ്പ് ചെയ്യുന്നതുള്ളൂ. ഇതേ സാധനം അത് കുമാരനാശൻ വളരെ കൃത്യമായിട്ട് എഴുതി. ഞാൻ ഈ നോവലിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, അത് നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം. എൻ്റെ വീട്ടിൻ്റെ കുറച്ചപ്പുറത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു. വളരെ സാത്വികനായിട്ടുള്ള, വളരെ പാവമായിട്ടുള്ള, ആരോടൊരു ഉപദ്രവത്തിനും ഇതിനും ചുറക്കം നിൽക്കാത്ത ഒരാളായിരുന്നു. സാമ്പത്തിക പ്രയാസത്തോട് ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, എല്ലാവരും വീട്ടിലേക്ക് പോയി. അപ്പം നമ്മൾ ഈ മലയാളികളുടെ ഒരു പൊതു പ്രശ്നം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആര് മരിച്ചു കഴിഞ്ഞാൽ എന്താണ് കാരണം എന്ന് കണ്ടെത്തുന്നത് നമ്മളൊരു ത്വരയാണല്ലോ. ഫേസ്ബുക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അയ്യോ എന്താ പറ്റി, അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പം അതേപോലെ ഇയാൾ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവർ ആദ്യം എന്താ നോക്കുക, ആത്മഹത്യക്കുറിപ്പ് നോക്കുക. അപ്പം അന്ന് നമ്മളെ കസേരയൊന്നും ഇല്ലാത്ത നാടാണ്. ചാണകം മെഴുകിയ വെറും തറയിൽ ഇവരെല്ലാവരും നോക്കുമ്പോൾ അകത്ത് ചാണകം മെഴുകിയ തറയിൽ ഒരു പീഠത്തിൻ്റെ അടിയിൽ ഇയാളൊരു ചെറിയ കടലാസിൽ ആത്മഹത്യക്കുള്ള കാരണം എഴുതിയിട്ടുണ്ട്. ഒരാൾ വേഗം ആവശ്യത്തോടെ തുറന്ന് നോക്കിയിട്ട് അയാൾ അറിയാതെ ചിരിച്ചു. അപ്പോൾ ചിരി ഇടയ്ക്ക് പിടിച്ച് അയാൾ പുറത്തേക്ക് വന്നു. എന്താണ് മരിച്ച കത്ത്, ആത്മഹത്യക്കത്ത്. അയാളും നോക്കി ചിരിച്ചു. അയാൾ എഴുതിയത് കൊണ്ട് ഞാൻ വായിക്കാം. അതാണ് ഈ നോവലിലുണ്ട്. ഈ ലോകം വെറും മയിലാകുന്നു, ഈ ലോകത്ത് ഒരു മയിലും നടക്കില്ല. അതാണ് അയാൾ ആത്മഹത്യയെക്കുറിപ്പായിട്ട് എഴുതിയത്. അതെൻ്റെ നാട്ടിലൊരാൾ, കാരണം അത് സത്യമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ നോവലിലേക്ക് കൊണ്ടുവന്നു. അത് തന്നെയല്ലേ നമ്മളെ കുമാരനാശൻ എഴുതി, കരുതവധിക ചെയ്യ വയ്യ,
ചെയ്യാൻ കരുതി വെച്ചിടം എന്തിൻ്റെ വിചാരം പരമേതവും പറഞ്ഞൂടെ ആയുസ് ബസ്തിരം അതിനെന്ത് മീൻ നടത്തും. അത് ഞാൻ കുറച്ചും കൂടെ ലോക്കലായിട്ട് അത് ഒറ്റ വാക്കിൽ ഞാൻ എഴുതി. അപ്പോൾ എന്നിട്ട് ഞാൻ നോവലിൽ അടുപ്പിച്ച ഇപ്പോഴും മേർക്കാനയിലെ മനുഷ്യർ തോറ്റുപോകുന്ന നിമിഷങ്ങളിൽ, അപമാനിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ, നിരാശരാക്കപ്പെടുന്ന നിമിഷങ്ങളിൽ സ്വയം പറയും ഈ ലോകം വെറും മൈലാവും, ഈ ലോകത്തൊരു മൈലും നടക്കുന്നു. ഇതാണ് പ്രാദേശികമായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ളതാണ്. ഇപ്പോൾ അതേപോലെ വായിച്ചുകൊണ്ട് മനുഷ്യൻ നന്നാവണമെന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു കഥ ഞാൻ അതിൽ പറയുന്നുണ്ട്. ഒരു സ്ത്രീകളെ തല്ലാൻ പോകുന്ന ഇങ്കിട്ടവണ്ണ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ഇൻസൈറ്റ് കിട്ടും. നമ്മളിപ്പോൾ അത് പക്ഷെ ബോധപൂർവ്വം ചെയ്യുന്നതല്ല. ഇങ്കിട്ടവണ്ണ എപ്പോഴോ കേട്ട കഥയാണ്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരും. അതായത് എഴുത്തുകാർക്ക് അത് കിട്ടും, അത് വലിയ കഴിവൊന്നുമില്ല. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരും. ഈ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ്റെ ഓർമ്മയിലും ഞാൻ അവിടെ എത്തുമ്പോഴാണ് അത് കിട്ടുന്നത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ. ഇപ്പം ഞാൻ തറത്തിൻ്റെ ഒരു അധ്യായം ഇന്നലെ എഴുതി കൊടുത്തപ്പോൾ എനിക്ക് ദാവൂദ് ഇബ്രാഹിം വന്നു. അതിൽ സിസിലിയൻ മാഫിയ എന്ന് പറഞ്ഞിട്ടാണ് പുതിയ അധ്യായത്തിൻ്റെ പേര്. അപ്പോൾ ആഴ്ചക്ക് ഒന്ന് വീതമാണ് ഞാനിപ്പോൾ എഴുതി അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഇന്നലെ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് പ്രാന്തായി, കാരണം ഇന്നലെ വൈകുന്നേരം അയച്ചു കൊടുക്കണം. അപ്പോൾ ഇത് എഴുതി കൊണ്ടുമ്പോൾ ദാവൂദ് ഇബ്രാഹിം വരുന്നു. ദാവൂദ് ഇബ്രാഹിമിനൊപ്പം ഒരു ഡാൻസ് ബാർ വരുന്നു. അപ്പോൾ അതെങ്ങനെ വരും? അങ്ങനെയാണ് മരണവശം എഴുതിയത്. എനിക്ക് അങ്ങനെ എഴുതാനറിയും. എനിക്ക് കൃതികളെ വിശകലനം, ഞാൻ എഴുതിയ കൃതികളെ ഒരു സൈദ്ധാന്തികത വിശകലനം ചെയ്യാനുള്ള വിവരവും പാണ്ഡിത്യവുമില്ല. വായിച്ചിഷ്ടപ്പെട്ടാലും വായിച്ചിഷ്ടപ്പെട്ടില്ലെങ്കിലും വായിച്ചതിലുള്ള സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കുന്നു. വായിക്കാത്തവർ പൈസ കൊടുത്ത് വാങ്ങി വായിക്കണം അഭ്യർത്ഥിക്കുന്നു. കാരണം ഒരു പുസ്തകം വിറ്റുപോയാൽ 15% റോയൽറ്റി കിട്ടും. അപ്പോൾ ആ റോയൽറ്റി കിട്ടിയാൽ ഇപ്പോൾ 30 മണിക്കൂർ വരുമ്പോൾ ഞാനൊരു വീടിൻ്റെ തറ കെട്ടുന്നുണ്ട്. ആ വീട് കെട്ടാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സ്നേഹ നിമിഷം തന്നത് എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും